ഹലോ ഗൈസ് 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 ചില ആളുകളുണ്ട് കേട്ടോ ഗൈസ് അവർക്ക് പറ്റിക്കുന്നതായിരിക്കും ഗൈസ് ഏറ്റവും സന്തോഷം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ള ആൾക്കാരെ? എന്നാൽ ഞാൻ പറയുവാണ്, ഞാൻ കണ്ടിട്ടുള്ളതിൽ മോസ്റ്റ് ഓഫ് 95% ആൾക്കാരും, 95 എന്ന് പറയണ്ട, 99% ആൾക്കാരും അങ്ങനെ തന്നെയാണ്. നമ്മളെ പറ്റിച്ച് സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരാണ് ഗൈസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ള ആൾക്കാരെ? ഉണ്ടോ ഗൈസ്? അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ആദ്യം നമ്മളെന്താക്കുന്നറിയോ, പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കും, നമ്മുടെ വിശ്വാസം പിടിച്ചു പറ്റും. ഫസ്റ്റ് അവർ ചെയ്യുന്ന കാര്യം ഇതാണ്, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അത് നടന്ന പോലെയാക്കി നമ്മുടെ വിശ്വാസം മോസ്റ്റായിട്ട് പിടിച്ച് പറ്റും. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ മോസ്റ്റായിട്ട് വാഗ്ദാനങ്ങൾ നൽകും. അതും ഒന്നോ രണ്ടോ വാഗ്ദാനങ്ങളൊന്നും അല്ലായിരിക്കും, കുറേ വാഗ്ദാനങ്ങൾ. അതും എന്താ പറയുക, നമ്മളൊക്കെ സ്വപ്നം പോലെ കാണുന്ന അങ്ങനത്തെ ഓരോ കാര്യങ്ങളായിരിക്കും അവർ മോസ്റ്റായിട്ട് വാഗ്ദാനങ്ങൾ തരുന്നത്. എന്നിട്ടെന്താ, നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇന്ന് നടന്ന പോലെ ആയിരിക്കും അവർ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്, നമ്മളെ പറഞ്ഞിങ്ങനെ ഏൽപ്പിക്കുകയായിരിക്കും കൈസെ. അങ്ങനെ ആയിരിക്കും കൈസെ അവർ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊന്നും നടന്നിട്ടുണ്ടാവില്ല. നടന്നത് എവിടെയാണ്? അവരുടെ ഇമാജിനേഷനിൽ. അവരുടെ ഇമാജിനേഷനിൽ അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, എല്ലാ വാഗ്ദാനങ്ങളായിക്കോട്ടെ, അവർ പറഞ്ഞ് വിശ്വസിപ്പിച്ച എല്ലാ കാര്യങ്ങളും മോസ്റ്റായിട്ട് നടന്നിട്ടുണ്ടാവും. പിന്നെ കൈസേ, ഈ വാക്കുകൾ കൊണ്ട് ഒരാളെ പ്രതീക്ഷിപ്പിച്ചിട്ട് അവർ സന്തോഷിക്കുന്ന കണ്ടിട്ട് സ്വയം ഇരുന്ന് സന്തോഷിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എന്തൊക്കെയാലേ സത്യം പറഞ്ഞാൽ ഇവരൊരു സൈക്കോയാണ് കൈസേ. ഒരു തരത്തിലുള്ള എന്താ പറയുക, ഒരു തരത്തിലുള്ള സൈക്കോയാണ്. എന്താ പറയുക, പറ്റിക്കുന്നത് സത്യം പറഞ്ഞാൽ അവർക്കൊരു വലിയ കഴിവ് പോലെയാണ്. എന്താ പറയുക, അവർക്കത് ശീലമായിട്ടുണ്ടാവും. കാരണം അവർ ഒരാളെ ഒന്നും എല്ലാവർക്കും കഴിച്ച് പറ്റിച്ചിട്ടുണ്ടാവുക. കാരണം അവരുടെ ശീലമാണത്. അവർക്ക് തന്നെ ഓർമ്മയുണ്ടാവില്ല അത് എത്ര പേരെ പറ്റിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെയല്ലായിരിക്കും പറ്റിക്കുന്നവർ. അതെ. പിന്നെ ഒരു കാര്യമുണ്ട് കൈസേ, അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല, പക്ഷേ അവരുടെ മനസ്സിലെന്താ, ആ കാര്യങ്ങൾ അവർ പറഞ്ഞ എന്താ പറയുക വാഗ്ദാനങ്ങളും അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ടാകും അല്ലേ? മോസ്റ്റായിട്ട് നടന്നിട്ടുണ്ടാകും അത്. അപ്പോൾ തന്നെ എന്താ പറയുക, അവർ പറഞ്ഞ കഥ, അവർ കുറേ കഥകൾ പറഞ്ഞിട്ടുണ്ടാകും. അത് പലതവണ അവരുടെ മനസ്സിൽ അവർ എപ്പോഴും തന്നെ ഇമാജിൻ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ നടന്നു എന്ന് അവർ എന്താ പറയുക മോസ്റ്റായിട്ട് മനസ്സിൽ ഇമാജിൻ ചെയ്ത് അങ്ങനെ വരുത്തി തീർത്തു. നടന്നു, എല്ലാം നടന്നു. അയ്യോ എനിക്ക് വയ്യ. അതുകൊണ്ട് തന്നെ എന്താ, അവർ അവസാനം പറയുന്നത് തന്നെയായിരിക്കും, ഞാൻ പറഞ്ഞതല്ലേ എല്ലാം നടക്കും. അങ്ങനെ തന്നെയായിരിക്കും അവർ പറയുക. കാരണം അവരുടെ സ്ഥലത്ത് എപ്പോഴും എന്താ പറയുക മോസ്റ്റായിട്ട് ന്യായം കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. എപ്പോഴും അവർക്ക് എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ. അതാണ് കള്ളം ചെയ്യുന്നവരുടെ മോസ്റ്റായിട്ടുള്ളൊരു ഇതാണ് കൈസ്. അവരെപ്പോഴും ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. മോസ്റ്റായിട്ട് അതാണ് വലിയൊരു കാര്യം. അവരെപ്പോഴും എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും അവരുടെ ഭാഗത്ത് ന്യായം കണ്ടെത്തുക തന്നെ ചെയ്യും. ഈ ഒരാളുടെ മനസ്സിൽ മോസ്റ്റായിട്ട് പ്രതീക്ഷകളുണ്ടാക്കിയത് വാക്കുകളിലൂടെ മാത്രം പറയുന്നതും വാക്കുകളിലൂടെ നടന്നതുപോലെ കാണിക്കുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല കൈസേ. ചിലപ്പോൾ ഞാൻ പറയാം, അത് പറയുന്ന ആ വാഗ്ദാനങ്ങൾ തരുന്ന ആൾക്കും നമ്മളെ പറ്റിക്കുന്ന ആൾക്കും അതൊരു തമാശ മാത്രമായിരിക്കും. അവർ ഓപ്പോസിറ്റുള്ള ആൾക്കാരുടെ കാര്യം അവർ ചിന്തിക്കുന്നേ ഉണ്ടാവില്ല. പക്ഷെ അത് സത്യമാണെന്ന് ഓർത്ത് വിചാരിക്കുന്ന ആൾക്കാരുടെ മനസ്സുണ്ടല്ലോ, അയ്യോ അത് ഭയങ്കരം തന്നെയായിരിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, എന്താ പറയുക, ഇന്നത്തെ കാലത്ത് നമ്മളെ വിശ്വസിക്കാൻ ഒരാളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഭയങ്കര മോസ്റ്റാണ് കൈസ്. കാരണം ഇന്നത്തെ കാലത്ത് ഫുള്ള് എല്ലാം കള്ളന്മാരാണ്. എനിക്ക് വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇന്നത്തെ കാലത്ത് നമ്മൾ ആരെ കൈസ് വിശ്വസിക്കേണ്ടത്? നമ്മൾ ആരെ വിശ്വസിക്കേണ്ടത്? എനിക്കറിയത്തില്ല. അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. എനിക്കറിയത്തില്ല ആരെ വിശ്വസിക്കേണ്ടതെന്ന്. കാരണം എല്ലാവരും എന്താ പറയുക കള്ളന്മാരാണ്. കള്ളന്മാർ. നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ഇമോഷൻസ് വെച്ച് കളിക്കുന്ന ആൾക്കാരാണ് എല്ലാ ആൾക്കാരും. ഞാൻ കണ്ടതിലുള്ള ഞാൻ പറഞ്ഞില്ല, ഒരു 95% ആൾക്കാരും ഫുൾ ഓഫ് ഇങ്ങനെയാണ്. പറ്റിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇമോഷൻസ് വെച്ച് കളിക്കുന്ന ആൾക്കാരുമാണ്. എനിക്കറിയില്ല എന്താ ഇങ്ങനെയാണ്. വെറുതെ പറയുന്നൊരു വാഗ്ദാനം അവരുടെ മനസ്സിൽ വലിയ പ്രതീക്ഷകളായിരിക്കും കൈസ്. അത് എന്താ പറയുക, അത് മോസ്റ്റാണ്. ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പം നമുക്ക് നഷ്ടപ്പെടുന്നത് ആ വ്യക്തിനെ മാത്രമല്ല, അവരെ വിശ്വസിച്ച നമ്മുടെ മനസ്സിനെയും കൂടിയാണ്. പിന്നെ എന്താ പറയുക, നമ്മളൊക്കെ അങ്ങനെ പറ്റിക്കപ്പെടുമ്പോൾ നമുക്ക് പിന്നെയും വീണ്ടും ഒരാളെ വിശ്വസിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. കാരണം നമ്മുടെ മനസ്സവിടെ ഫുൾ തകർന്നു പോയിട്ടുണ്ടാവും. അത് മോസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കൈസ്. നമുക്ക് ഫിസിക്കലായിട്ട് നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്കത് മരുന്ന് വെച്ച് ഉണക്കാം, അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് നമുക്കത് ഉണക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ മനസ്സിന് മുറിവേറ്റാൽ, നമ്മുടെ മനസ്സിന് മോസ്റ്റായിട്ട് വേദനിച്ച് നമ്മളിതെങ്ങനെ ഹീൽ ചെയ്യും?
അത് ഹീലാവാൻ കുറേ കാലം എടുക്കും. കാരണം അത്രയ്ക്ക് ഡീപ്പായിട്ടായിരിക്കും ആ മുറിവ് നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഗൈസേ, വാക്കുകൊണ്ട് ഒരാളെ സന്തോഷിപ്പിക്കാനും അതുപോലെ തന്നെ വാഗ്ദാനങ്ങൾ കൊടുത്ത് ഒരാളെ പ്രതീക്ഷിപ്പിക്കാനും എളുപ്പമാണ് ഗൈസേ. സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ആർക്ക് വേണമെങ്കിലും പറ്റുന്ന ഒരു കാര്യമാണത്. പക്ഷേ പറഞ്ഞ പോലെ ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരാളുടെ വിശ്വാസത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ വില. അല്ലെങ്കിൽ പിന്നെ അവർ ഇതൊന്നും പറയാൻ വേണ്ടിയിട്ട് പാടില്ല. എന്താ പറയുക, അവർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള, അതായത് ചെയ്യാമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ പറഞ്ഞ് വിശ്വസിപ്പിക്കാനും അതുപോലെ വാഗ്ദാനങ്ങൾ തരാനും പാടുള്ളൂ. അല്ലാത്ത കാര്യം പറയണ്ട. എന്തിനാ അങ്ങനെ വെറുതെ പറയുന്നത്? പറഞ്ഞിട്ട് അവർക്ക് എന്താണ് അവർക്ക് കിട്ടുന്നത്? വെറുതെ എന്താ പറയുക, നമ്മുടെ മനസ്സിന് ഓരോ പ്രതീക്ഷകൾ തരിക എന്ന് മാത്രം. എന്നിട്ട് അവർ അതോർത്തിരുന്ന് സന്തോഷിക്കുക. ചിലപ്പം അവർ അതൊക്കെ ഓർത്തിരുന്ന് പരിഹസിക്കുന്നുണ്ടാവും. ഞാൻ അവരെ അങ്ങനെ പറ്റിച്ചല്ലോ ഇങ്ങനെ പറ്റിച്ചല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അവർക്കൊരു മനസ്സന്തോഷം. ഞാൻ പറയില്ല, അവരൊക്കെ സത്യത്തിലെ സൈക്കോയാണ്. ഒരാളെ വിശ്വസിക്കാൻ വാക്കുകൾ മാത്രം മതി, വാക്കുകളും വാഗ്ദാനങ്ങളും. പക്ഷേ ആ വിശ്വാസം നിലനിർത്താനുണ്ടല്ലോ, വിശ്വാസം നിലനിർത്താൻ പ്രവർത്തികൾക്ക് മാത്രമാണ് കൈസേ പറ്റുള്ളൂ. പ്രവർത്തികളാണ് മോസ്റ്റ്. വാക്കുകൾക്ക് ശബ്ദം മാത്രമേ ഉള്ളൂ, പ്രവർത്തികൾക്കാണ് ഇതിൻ്റെ സത്യം എപ്പോഴും എന്നും മോസ്റ്റായിട്ട് തെളിയിക്കാൻ കഴിയുന്നത്.